നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നമ്മൾ ബോളിയിൽ പായസം എല്ലാം ഒഴിച്ചിട്ടാണ് സാധാരണ എല്ലാവരും കഴിക്കാറ്. പക്ഷെ അപ്പൂനാണെങ്കിൽ ബോളി ഇഷ്ടമില്ല താനും. അപ്പം അതുകൊണ്ട് അപ്പൂന് പെട്ടെന്നൊരു കൊതി വന്ന് മച്ചാ പായസം വെച്ചിട്ട് എനിക്ക് പപ്പടവും പഴവും എല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് കഴിക്കണമെന്ന്. അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ കുക്കറിലാണ് പായസം വെക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം റോസ്റ്റഡ് ആയിട്ടുള്ള 1 ഗ്ലാസ് സേമിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചവ്വരി 10 മിനിറ്റ് കുതിർത്ത് കഴുകിയെടുത്തതിന് ശേഷം അതുകൂടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു 3 വിസിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള പപ്പടവും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ചോദിക്കുമ്പോഴായാലും പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ റെഡിയാക്കിയിട്ടില്ലാത്തവർ ഒന്ന് റെഡിയാക്കി നോക്കണേ. അപ്പോൾ 1 ലിറ്റർ പാലാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം ചവ്വരിയും സേമിയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം മധുരത്തിനായിട്ട് ശർക്കര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം. ഇല്ല പഞ്ചസാരയാണ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പൂന് പഞ്ചസാരയാണ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരത്തിൻ്റെ അളവ് ഞാനിതിൽ പറയുന്നില്ല, കാരണം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് മധുരമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഈ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനായിട്ട് ഞാനൊരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ സമയം തന്നെ നട്ട്സോ മുന്തിരിയോ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്ക് പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പു ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരുന്നിട്ടുണ്ട്. അപ്പം പപ്പടവും പായസവും പഴവും എല്ലാം കൂട്ടി അപ്പു ദാ പായസം ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള പല സാധനങ്ങളും വെച്ചിട്ടുള്ള അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി വേറെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പം പഴവും പപ്പടവും എല്ലാം ഇട്ടിട്ട് നല്ല ആസ്വദിച്ച് പായസം അപ്പു ടേസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്ങനെ ഉണ്ട് അപ്പു? അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി കൊടുത്താൽ അവർ ആസ്വദിച്ച് കഴിച്ചോളൂ. അപ്പോൾ മോൻ്റെ തന്നെ ഒറിജിനൽ ശബ്ദം കൊടുത്തേനെ, പക്ഷേ TV ഇട്ടിരുന്നത് കാരണം അതിലെ പാട്ട് ഇതിൽ വന്നതുകൊണ്ടാണ് ഞാൻ ആ ശബ്ദം കൊടുക്കാത്തത്. അപ്പോൾ മോന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.